ഓരോ സിനിമകളും അതിന്റെ കാത്തിരിപ്പും അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് പലർക്കും പല മൂവീസും കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കാരണങ്ങളുണ്ടാവും. ആ സിനിമയുടെ ജോണർ ആയിരിക്കാം, ആ സിനിമയുടെ ഡയറക്ടർ ആയിരിക്കാം, ആ സിനിമയിലത്തെ മെയിൻ ലീഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടഗോണിസ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാരണം ഉണ്ടാവും നമ്മൾ ഓരോ സിനിമകൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മൂവി ആയിട്ടുള്ള കളങ്കാവൽ റിലീസ് ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് രീതിയിലുള്ള ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു. പ്രത്യേകിച്ച് സയനൈഡ് മോഹന്റെ ആ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അതുപോലെ ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മൂവിയാണ് എന്നുള്ളതൊക്കെ. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മൂവീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ പേഴ്സണലി ഒന്നോ രണ്ടോ മൂവീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മൂവീസാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡ്, കാതല്, റോഷാക്ക്, അങ്ങനെ പറയേണ്ട ഒരുവിധ എല്ലാ പടങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരുത്തരുടെ ജീവിതങ്ങളുമായിരുന്നു. ആൻഡ് കളങ്കാവലേക്ക് വന്നു കഴിയുമ്പോൾ പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ത്രൂ ഔട്ട് നമ്മളെ പിടിച്ചിരുത്തി സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ. അറിയാലോ മമ്മൂട്ടിയാണ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നമ്മൾ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓരോരോ റോളുകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ വന്ന് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രഹ്മയുഗത്തിലേത്. ഇപ്പോഴും അതെ, വളരെയധികം ടൈമിൽ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുമ്പോഴും ആ സിനിമ ഓഫർ ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേൾഡ്, ആ ഒരു ചാത്തൻ എന്നൊക്കെ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ എങ്ങനെയാണോ നമ്മളിലേക്ക് എത്തിക്കേണ്ടത് അദ്ദേഹം അത് നിഷ്പ്രയാസം തന്നെ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള, കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറായി ജീവിച്ച് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കളങ്കാവിലേക്ക് വന്നപ്പോൾ എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് പെർഫോമൻസ് ആയാലും ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ആയാലും അതെ, എല്ലാവർക്കും ആ തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്താണോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. അത് പ്ലേസ് ചെയ്ത രീതി, ആ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു സീനിൽ അവരത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ സോങ്ങിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ മുജീബ് മജീദാണ് ഇതിന്റെ ആ ഒരു സോങ് ആൻഡ് BGM ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആൻഡ് ഇപ്പോൾ എക്കോ, കിഷ്കിന്ത കാണ്ഡം പോലുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ല് നമ്മൾ കണ്ടതാണ്. ആൻഡ് ഇവിടേക്ക് വന്നപ്പോൾ ആ ഒരു സിനിമയുടെ ത്രില്ലർ ജോണറിനെ, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിനെ മനസ്സിലാക്കിക്കൊണ്ട് പലയിടത്തും ചില പ്ലേസിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഇവര് തമിഴ്നാട് കേരള ബോർഡറിലെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് ട്രെയിലർ കാണിച്ചിട്ടുള്ള പോലെ ഇത് കൊണ്ടുപോയിട്ടുള്ളത് ആ സ്റ്റോറി. ആ ഒരു സ്ഥലത്തെ ഒരു കൾച്ചറൽ എന്താണ് അവിടുത്തെ ഒരു കൾച്ചർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് പലയിടത്തും ചില വിന്റേജ് സോങ്ങുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള രീതികളൊക്കെ തന്നെ സൂപ്പർ ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു ഫീല് വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പലയിടത്തും സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു BGM ഒക്കെ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു കുറെയൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ എവിടെ പോലും അങ്ങനെയുള്ള ഒരു ഇത് വീണ്ടും അതേ സ്കോറിംഗ് തന്നെയാണല്ലോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നൊരു മുഷിച്ചിൽ ഫീൽ എവിടെയും തോന്നിക്കാത്ത രീതിയിൽ വളരെ കൈയടക്കത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഇതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള സിനിമാറ്റോഗ്രഫി, ഈ സിനിമയുടെ എഡിറ്റിംഗ് ആണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. 2.5 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷനുള്ള ഈ സിനിമയിൽ എവിടെ പോലും നമ്മളെ മുഷിപ്പിച്ചിരുത്തുകയോ അല്ലെങ്കിൽ ഒരേ സീനുകൾ തന്നെ മാറ്റിമറിച്ചും കാണിക്കാതെ സിനിമയ്ക്ക് ആവശ്യമുള്ള ആ ഒരു സീൻ ഏതാണ്, ഈ ഒരു ഷോട്ട് ഈ സിനിമയുടെ ഈ ഒരു സ്റ്റോറിയിൽ അതിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ള രീതിയിൽ കൈയടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു എഡിറ്റിംഗ്, അത് നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല സിനിമകളും ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചിലയിടത്ത് കുത്തിക്കയറ്റും. അത് ചിലപ്പോൾ നമുക്ക് തന്നെ പടം കണ്ടു കഴിയുമ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യമില്ലാണ്ട് ഇവിടെ കൊണ്ടുവച്ചതെന്ന്. പക്ഷെ ഇവിടെ ആ സിനിമയുടെ ആ ഒരു പെർട്ടിക്കുലർ സീനിന്, ഈ ഒരു സിനിമയുടെ സ്വഭാവം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സംഭവം പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള ജിതിൻ കെ ജോസ് സൂപ്പർ ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു റോള്, അതായത് ആ ഡയറക്ഷൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൽ വേറൊരു ആൾ കൂടി അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്താണോ ആ ഒരു സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് അതിനെ പ്രോപ്പർ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വന്നുപോയ എല്ലാ ക്യാരക്ടേഴ്സിനും
അവരുടേതായിട്ടുള്ള റോളുകൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറേ ലേഡി ക്യാരക്ടേഴ്സിനെ ഇതിന്റെ പ്രൊമോസിലൊക്കെ ഇതിന്റെ ആ ഒരു സിനിമയുടെ റിലീസിന് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ എന്താണോ കൊടുത്തിട്ടുള്ള റോള് അതിന് നല്ല ഒരു അഭിനയ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള റോളുകൾ തന്നെയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. വിനായകൻ അദ്ദേഹത്തിന്റെ ആ ഒരു തുടക്കത്തിൽ എനിക്ക് കണ്ടപ്പോൾ ഒരു കുറച്ച് ഡയലോഗ് ഡെലിവറി ഒക്കെ അദ്ദേഹത്തിന്റെ നമ്മൾ കണ്ട് ശീലിച്ച രീതിയിലല്ലല്ലോ എന്ന് തോന്നിയെങ്കിലും പിന്നീട് അത് ട്രാക്കിലേക്ക് കയറുക തന്നെ ചെയ്തു. അദ്ദേഹം ആ കിട്ടിയ റോള് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തു. അത് നമുക്ക് ചില റിയൽ ലൈഫിൽ നടന്ന ചില സ്റ്റോറീസ് സിനിമയാക്കുമ്പോൾ ആ ഒരു മുഷിച്ചിൽ വേണ്ടാത്ത രീതി വേണ്ടാന്നുള്ള രീതിയിലാണ് ചില കാര്യങ്ങൾ ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ അതിനെ കൂടുതൽ രീതിയിൽ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ചില എലമെന്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇതിലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതികളും ആവശ്യമുള്ള കഥാസന്ദർഭങ്ങളും ആ സ്ഥലങ്ങളായാലും ശരി അത് വേണ്ടത് തന്നെയാണ് അവരത് കൊണ്ടുവച്ചിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ളത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓവറോൾ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കളങ്കാവൽ. ആൻഡ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു മൂവി വരിക എന്ന് പറയുമ്പോൾ അത് എന്തായാലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നറിയാം. എന്നെ മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു കേക്ക് വോക്കാണ്. കാരണം കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഒന്ന് ചെയ്ത് കാണിച്ചു തരൂ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിമിഷ നേരം കൊണ്ടുള്ള ഒരു പരകായ പ്രവേശനം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. അത് ചില സീനുകളൊക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പടത്തിന്റെ ചില പടം തുടങ്ങി കുറച്ചിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സീനുകളെല്ലാം ഒക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നമ്മളെ ചില സർപ്രൈസിങ് എലമെന്റ്സ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആ ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ആ ഒരു ലുക്ക് ആയാലും ചില എക്സ്പ്രഷൻസ് ആയാലും ഒക്കെ ശരി ശരി ഒരു കംപ്ലീറ്റ് സൈക്കോപാത്ത് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. എന്തായാലും നല്ലൊരു വിജയം തന്നെ ഈ സിനിമ നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക.